അപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച്. യേഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവൻ്റെ സേനാപതി ജാതികളുടെ ഹരോഷ്യത്തിൽ പാർത്തിരുന്ന സിസേരയായിരുന്നു. അവന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇപ്രാവശ്യം ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തപ്പോൾ ശത്രു എന്ത് ചെയ്യുക? ഞെരുക്കുക. അപ്പം ജീവിതത്തിൽ ഞെരുക്കം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിരാശപ്പെട്ടിരിക്കുകയാണോ? ഈ ഞെരുക്കത്തിൻ്റെ പിന്നിൽ സംതിങ് റോങ്. എന്തിനാ ഞെരുക്കം? സന്തോഷത്തിന് ഞെരുക്കമാണോ? സമാധാനത്തിന് ഞെരുക്കമാണോ? സമ്പത്തിന് ഞെരുക്കമാണോ? സ്വത്രം ശുശ്രൂഷയ്ക്ക് ഞെരുക്കമാണോ? ആരോഗ്യം ഞെരുക്കുന്ന ദൈവമല്ല. ഞെരുക്കം വരത്തില്ല എന്നല്ല, വരും. പക്ഷെ ഞെരുക്കത്തിൽ നിലവിളിക്കുമ്പോൾ വിശാലത തരുന്ന ഒരു ദൈവമുണ്ട്. സ്വത്രം നീ എന്നും ഞെരുങ്ങിയിരിക്കാനല്ല, എന്നും ഞെരുങ്ങിയിരിക്കാനല്ല. ഞെരുക്കുന്ന ശക്തികൾ ഉണ്ടെങ്കിലും ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം ഉൾക്കണ്ണുകൾ തുറക്കട്ടെ. ചില ഞെരുക്കങ്ങളിൽ നിന്ന് ഇന്ന് പകൽ പുറത്തു വരുന്ന ഒരു അനുഭവം ദൈവം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. പിന്നെയും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. 7 വർഷക്കാലം നമുക്കറിയാം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയല്ലേ? യഹോവ അവരെ 7 വർഷം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ ജനത്തെ ദൈവം അനുവദിക്കാതെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഹല്ലേലൂയ. അഹശ്വേരോശ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഹല്ലേലൂയ ഹാമാനും കൂട്ടരും നോക്കിയപ്പോൾ ഇതാ സ്തോത്രം നമ്മുടെ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രമാണമുള്ള ജനം ഇതാ സ്തോത്രം ഭൂതലത്തിൽ കിടക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ പറയട്ടെ, സ്തോത്രം, വ്യത്യസ്തരായി നിന്നാൽ വ്യത്യസ്തരായി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വ്യത്യസ്തരായി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വ്യത്യസ്തത നാം കീപ്പ് ചെയ്യണം.